നല്ല സമയം ചീത്ത സമയം എന്നൊന്നില്ല. സമയം മാത്രമാണുള്ളത്. പിന്നെ ഉള്ളത് എല്ലാം വരുത്തി തീർക്കുന്നതാണ്, അല്ലെങ്കിൽ വന്നു ചേരുന്നതാണ്. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഉപദ്രവിക്കാനും എല്ലാം നമ്മൾ തന്നെ ആൾക്കാർ ഒരുക്കിയിട്ടുണ്ട്. അവരോരോരുത്തരായി നമ്മുടെ അടുത്തേക്ക് വരും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും. രാവിലെ എല്ലാവരും എഴുന്നേക്കുന്നതിന് മുന്നേ എന്നത്തെ പോലെ മുങ്ങാണല്ലേ? വാടകയല്ലേ? എന്താ? അല്ല, 3 മാസത്തെ വാടക അല്ലേന്ന്. ഇത് ഞാൻ എല്ലാ മാസവും പറയുന്ന പോലെയല്ല. ഇന്ന് 3 മാസത്തെ വാടക സെറ്റിൽ ചെയ്താലേ നിന്നെ ഇതിനകത്തോട്ട് ഞാൻ കയറ്റി. നീയേ ഉള്ളിലുള്ളവരെ പറ്റിക്കുന്ന പോലെ സിജയെ പറ്റിക്കാൻ നോക്കല്ലേ? എടാ ഹരി, എടാ എന്റെ ഷൂസ് എടാ. ഹലോ ഹലോ. എന്താ ഷക്കു ബേട്ടാത്ത? ഇന്നും മൂഡ് സ്വിങ്സ് ആണല്ലേ? 7 മണിയല്ലേ ആയുള്ളൂ. നിനക്ക് അല്ല, മോളൂസിനെ കുറച്ചേരം കൂടെ നമ്മുടെ കൊച്ചിനെ കെട്ടി പിടിച്ചൊന്ന് ഉറങ്ങിക്കൂടെ? അതിനെ മോളെ ആദ്യം എഴുന്നേറ്റ്, എന്നിട്ടാ ബേബി എഴുന്നേറ്റ്. ഒപ്പം രണ്ടുപേരും ചെയ്യാനായിട്ട്. ഒന്നുമില്ല, എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്കുള്ള സമയമായി. അപ്പൊ ഇനി എപ്പോഴാ ശങ്കു എന്നെ വിളിക്കുക? എപ്പോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അയ്യോ സൈക്കോ ഇടി, ഞാൻ വിളിക്കട്ടാ നിന്നെ. ശരി ശരി വച്ചേ, ഇപ്പഴത്തെ ശരിയാവൂല, ഹൈവേ കയറിട്ട് വിളിക്കാം. ഗുഡ് മോർണിംഗ് സാർ, പറയൂ. ഗുഡ് മോർണിംഗ് പറഞ്ഞതുകൊണ്ടോ പറയാത്തത് കൊണ്ടോ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഡെലിവറി വൈകിയാൽ ഇവിടെ പലതും സംഭവിക്കും. ഇല്ല സാർ, ഒരിക്കലും വൈകൂല സാർ. ഹരിമോനെ, ജെൻസി കിഡ്സ് മുതൽ ആൽഫ വരെയുള്ളവന്മാരുടെ തന്തയ്ക്ക് വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മാനേജറാണ് ഈ ഇഗ്നീഷ്യസ് ഇഗ്നി, അല്ലെങ്കിൽ വേണ്ട തോമസ്, നാമോദിസ പേരാണ് പള്ളിയില്. അതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് പിക്കപ്പ്, 5 മിനിറ്റ് കൊണ്ട് ഡ്രോപ്പ്. 2 മിനിറ്റ് കൊണ്ട് പിക്കപ്പ്, 5 മിനിറ്റ് കൊണ്ട് ഡെലിവറി. അതാണ് ഡി ഡെലിവറി. ഡി ഫോർ ഡ്രീം ബൈറ്റ്സ്. എന്താടോ കാലത്തെ ഒരു ജീവനില്ലാത്ത പോലെ. ഡ്രീം ബൈറ്റ് ഡെലിവറി സർ. യെസ്. ഹലോ ഹലോ, ആരായിരുന്നു? ഹലോ, അതിര മാഡം അല്ലേ? മാഡം, ഞാൻ ലൊക്കേഷനിലെത്തിയായിരുന്നു. ഞാനിവിടെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോടാ? ഇല്ല. സാധാരണ ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തിയാൽ മടുക്കും. മിക്കവാറും രാത്രിയിലാ. പിന്നെ ഇവിടെ ചുറ്റും അസൂയക്കാരാന്നേ. അതുകൊണ്ട് പകലൊന്നും ഞാൻ ആരെയും ഇങ്ങോട്ട് വിളിക്കാറില്ല. ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ രാത്രി ആവൂടാ. ഇനി അതല്ല, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നീ പോയിട്ട് വൈകുന്നേരം വാ. ശരിടാ. ഹലോ
ശങ്കു നീ എവിടെയാ? ഇതേ ഒരുത്തനെ നാക്കിലിട്ട് ഫുഡ് എല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ട് 85 മിനിറ്റ് ആയി ബേബി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് പോലും നിനക്കറിയില്ല. ഹാപ്പി പൂപ്പി ഒന്നും അല്ല. വാ തുറന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ പൊന്നു. ശങ്കു സീരിയസ്ലി എന്നെ പറ്റി പറ്റിക്കായിരുന്നോ? നീ ഇപ്പൊ കൗണ്ട് ചെയ്യുന്ന പോലും ഇല്ലേ? കൗണ്ടാ? എന്ത് കൗണ്ട്? ബേബി ഇറ്റ്സ് 28th day. ഇറ്റ്സ് 28th day. എന്തോന്ന്? ശങ്കു ഫസ്റ്റ് ശങ്കു എനിക്ക് പീരിയഡ്സ് ആയി. ഓപ്പ്. ശങ്കു ഞാൻ മൂഡ് സിങ്സിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഞാൻ പാമ്പർ ചെയ്യടാ പ്ലീസ്. എനിക്ക് വയ്യ ശങ്കു, എന്നെ ഒന്ന് പാമ്പർ ചെയ്യ. പൊന്നെ ഞാൻ വണ്ടി ഓടിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം, നീ ഒന്ന് കട്ട് ചെയ്തേ. ഈശ്വര, പേര് തന്നെ ചെറ്റുള്ള ഒരുത്തൻ. ഹലോ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? പരമേശ്വരൻ ചെറ്റ സാറാണോ? ആണെങ്കിൽ ആണെങ്കിലാ ഈശ്വര, അടുത്ത വള്ളി. സാർ, ഫുഡ് ഗേറ്റിന്റെ അവിടെ. കഴിച്ചില്ലല്ല എന്റെ പൊന്നെ. കേറല്ലേ, ഗേറ്റ് തുറന്ന് കേറല്ലേട്ടാ, ഗേറ്റ് തുറന്ന് കേറല്ലേ. അപ്പ ആരാണ് ആരാണ്? ഞാനാണ്. എന്താണ് സാർ? ഫുഡ് 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 ഞാൻ ഓർഡർ ചെയ്തല്ലേ. ഇങ്ങനെ വന്നേക്ക്. സിഒടിയാണ്. അയ്യോ, ആർക്ക്? ഇയാള്. സാർ, ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഓ, ക്യാഷ് ഓൺ ഡെലിവറി. ആ, അപ്പോൾ കാശ് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ? വേണ്ടി വരും, അല്ലാണ്ട് വൈകിട്ട് വരെയൊക്കെ നിന്ന് അതൊന്നും നടക്കൂല. ഈ നിന്റെ ഗൂഗിൾ മാപ്പ് ഉണ്ടാ? ഗൂഗിൾ മാപ്പാ? ആ, ഗൂഗിൾ മാപ്പ്. ഇനി വേറെ എനിക്ക് എന്നെ കൊണ്ടെങ്കിൽ വയ്യ സാറേ. അതല്ലടാ, ടാഗ്. അത് പുതിയ ഫാഷനാണിപ്പോൾ. ഗൂഗിൾ മാപ്പ് ഞാൻ കാശങ്ങാട് ഗൂഗിൾ വഴി ഇട്ട് തരും. സാർ, ഫുഡ് 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 ഞാൻ ഓർഡർ ചെയ്തല്ലേ. ഇങ്ങനെ വന്നേക്ക്. സിഒടിയാണ്. അയ്യോ, ആർക്ക്? ഇയാള്. സാർ, ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഓ, ക്യാഷ് ഓൺ ഡെലിവറി. ആ, അപ്പോൾ കാശ് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ? വേണ്ടി വരും, അല്ലാണ്ട് വൈകിട്ട് വരെയൊക്കെ നിന്ന് അതൊന്നും നടക്കൂല. ഈ നിന്റെ ഗൂഗിൾ മാപ്പ് ഉണ്ടാ? ഗൂഗിൾ മാപ്പാ? ആ, ഗൂഗിൾ മാപ്പ്. ഇനി വേറെ എനിക്ക് എന്നെ കൊണ്ടെങ്കിൽ വയ്യ സാറേ. അതല്ലടാ, ടാഗ്. അത് പുതിയ ഫാഷനാണിപ്പോൾ. ഗൂഗിൾ മാപ്പ് ഞാൻ കാശങ്ങാട് ഗൂഗിൾ വഴി ഇട്ട് തരും. മറ്റേ ഞാൻ ഫോണിൽ അങ്ങോട്ട് ഇട്ട് തരും. ഇങ്ങനെ മനസ്സിലായ? ഗൂഗിൾ പേയാ? പറഞ്ഞോ. അതല്ലടാ, ഈ പാസ്വേഡ് എന്നോടാ? അപ്പൊ സിഒടി. എന്തോന്ന്? എടാ, നീ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? സിഒടി. ആ, ഓക്കെ ഓക്കെ, സാറ് പോയി എടുത്തിട്ടോ. ആ, നീ ഇവിടെ തന്നെ ഇരുന്നോ, കേറി വന്നേക്കരുത്. ഇല്ല, തന്നെ മടിക്കറിയിരിക്കുക ഞാൻ. ഹലോ അളിയാ, വടകയല്ലേ? അത് ഞാൻ തരാം, ഉറപ്പായിട്ടും തരാം. ഷുവർ. ഷൂവിൻ്റെ തരുമോ? അത് നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ശരി ശരി, നീ വച്ചേ. ആ, കാശ് പിടി. 500 ഒറ്റ നോട്ട്. ഓക്കെ സാർ, ഭക്ഷണം. താങ്ക് യു. സാർ, എന്താടാ? ബാലൻസ്. ഓ, ബാലൻസ്. നീ വീട് കണ്ട? ആ, ഇത്രയും വലിയ വീടുള്ള ഞാൻ നിന്റെ നിന്ന് ബാലൻസ് 500 രൂപ മേടിക്കും തോന്നണ്ട. പിന്നെ 500 രൂപയെ കുറിച്ചുള്ള ബിരിയാണി ഞാൻ കഴിക്കാറില്ല. ഓക്കെ? പകലുള്ള മോഷണം നിർത്തണം, റിസ്ക് ആണ്. എന്തു പേരാണോ തന്റെ? പരമേശ്വരൻ ചെറ്റയാ? ഓ, പറഞ്ഞാ പോരെ, കമ്മ്യൂണിക്കേഷൻ പറ. ചെട്ടയല്ലടാ, മൈത്താണ്ടി സെട്ടിയാർ. ആഹാ, പരമേശ്വര പൈ സെട്ടിയാർ. ആഹാ.
ഞാൻ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ കൊടുക്കൂടാ തെണ്ടി. നീ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണേക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ കൊടുക്കുമടാ മാറി. വീണ്ടും കമ്മ്യൂണിക്കേഷൻ പറ. എനിക്ക് വസന്നിട്ട് വയ്യട തെണ്ടി. എന്റെ തൈരുവട താടാ. നിന്റെ തൈരുവട തറാട്ടാ. കുറച്ചു പണി കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിന്റെ തൈരുവട തരാട്ട. മനസമാധാനമായിട്ട് കക്കാൻ സമ്മതിക്കില്ല അവൻ. ബേബി ഒരു സ്ട്രോങ് വുമൺ അല്ലേ? യാ ഐ നോ. ഇതെല്ലാ മാസവും ഉള്ളതല്ലേ? പോരെ മാത്ത, കുറച്ചുകൂടി. മാത്തനോ? അല്ല, പെട്ടെന്ന് ഞാൻ മായനദി ഓർത്തായി. മായനദി. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി മായാ നദി. മതി, ഞാൻ വിളിക്കാം. ഹർഷം. ഹലോ ചങ്കു. ഇവനെയൊക്കെ ഹലോ ഹലോ. എടാ, താൻ ആരോട് ചൊല്ലിക്കൊണ്ടിരിക്കുക? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. മാഡം, ഞാനിവിടെ താഴെ തന്നെ ഉണ്ട്. എവിടെ? സ്റ്റെയറിന്റെ താഴെ. അപ്പൊ നീ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ വന്ന് വാങ്ങണോ? ഞാൻ ആരാണെന്നാണ് തന്റെ വിചാരം? മാഡം, ഞാനാ. ആ എടോ, സാധാരണ ഫുഡ് ഓർഡർ ചെയ്താലേ സാധനം എൻ്റെ ഡെസ്കിലെത്തും. തനിക്ക് മാത്രം എന്തോ പ്രത്യേകത? അതെങ്ങനാ? കോട്ടും സൂട്ടും ഇട്ട് ബാഗും തൂക്കി പണിയെടുക്കാനൊന്നുമില്ലല്ലോ പോകുന്നത് അല്ലേ? മേനക്കെടുത്താൻ പെൺപിള്ളേരെ എല്ലാം വളയ്ക്കാനായിരിക്കും പരിപാടി. ഡേ എന്താ? അല്ല മാഡം, ഞങ്ങൾ ഡെലിവറി പാർട്ട്നേഴ്സേ അത്രക്കാരൊന്നും അല്ലെന്ന് പറയായിരുന്നു. ആ, വലിയ ഡയലോഗ് അടിക്കാതെ പോകാൻ നോക്കടും. ആ ശരി എന്നാ. എൻ്റെ കർത്താവേ, എന്നാണ് ഇവിടെ ക്യാൻറ്റീനിൽ നോൺ വെജ് കൊടുത്തു തുടങ്ങുന്നത്? വെജ് ബിരിയാണിയാ? ഹലോ. എന്റെ പാട്ട് മൊത്തം കേൾക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നതിനാ ശങ്കു? അതേ പൊന്നു, ഞാനേ വണ്ടി ഓടിക്കായിരുന്നില്ലേ. പൊന്നുവിന്റെ പാട്ട് കേട്ട് എങ്ങനെ ഇങ്ങനെ ഉറങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ച് കട്ട് ചെയ്തതാ. അത്രയ്ക്കൊന്നും ഇല്ല. ശാപാസമം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാട്ട് ഏറ്റവും നന്നായിട്ട് പൊന്നുവിന്റെ ഞാൻ കേട്ടേക്കണേ. ലവ് യു ശങ്കു. എന്നാ ഞാൻ വെച്ചോട്ടെ. ആ എന്താ ശങ്കു തിരിച്ചു പറയാത്ത? എന്താ ശങ്കു? എന്ത്? ഞാൻ ഐ ലവ് പറഞ്ഞ കേട്ടില്ല ശങ്കു? ഓ, ലവ് യു ലവ് യു ലവ് യു. ഞാൻ ലവ് യു എന്ന് മാത്രമാണോ ശങ്കു പറഞ്ഞേ? പിന്നെ ഞാൻ ലവ് യു ശങ്കു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ തന്നെ പറയണ്ടേ? അപ്പൊ ലവ് യു ശങ്കു. ഓ അല്ല അല്ല അല്ല, ലവ് യു ടു പൊന്നു. വച്ചോട്ടെ നീ. ആ ശരി എന്നാ. അപ്പൊ ശങ്കുവിനെ എപ്പോ വിളിക്കും? എക്സാം കഴിഞ്ഞ് വിളിച്ചാ പോരെ നീ? ശങ്കു, ഇറ്റ്സ് ടു ലോങ്. മാക്സിമം 1 hour. അതിനുള്ളിനെ വിളിക്കണം, അറിയാലോ? വേണ്ട, ഞാൻ 1 മണിക്കൂർ കൊണ്ട് വിളിക്കാം. ശരി ശരി. സാർ, എന്താ ലേറ്റായോ? ആ കുറച്ച്. അരുൺകുമാർ സാർ. സ്മോക്ക് ചെയ്യോ? ഏയ് ഇല്ല, വേണ്ട. ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എൻ്റെ ഒന്നേ ഉള്ളൂ. ആ പ്രഷറുണ്ടോ? വർക്ക് പ്രഷർ ഉണ്ടോന്ന്? ഏയ് ഇല്ല സാർ. അതിന് ഫുഡ് ഡെലിവറി അല്ലാതെ താൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി വർക്ക് ചെയ്യുകയാണെങ്കിലും സെയിൽസിൽ വർക്ക് ചെയ്യരുത് കേട്ടോ. എനിക്ക് ഈ സിഗരറ്റിന്റെ മണമൊന്നും ഇഷ്ടമല്ല. യുനോ, ഐ ആം എ പ്യുവർ വെജിറ്റേറിയൻ. ഞാൻ വന്ന ബ്രാഹ്മിണ്ടാ. അതുവല്ലം പറഞ്ഞ ഇവന്മാർക്ക് മനസ്സിലാവോ? എന്റെ അപ്പ അവിടെ ടോപ്പ് തെറി എന്താണെന്ന് അറിയാമോ തനിക്ക്? തെണ്ടി അവളോതാ ഇവിടെ സ്റ്റാർട്ടിങ് ആകുതാണ്ടാ.
കാതുക്കുള്ള ഒരേ മുഴക്കന്താ ഇതുക്കുള്ള മുഴുവൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ കസിൻസ് താ. സാർ ഫുഡ്. ആ സോറിടാ, സോറി. ശരി സാർ. ഡേയ്, ഏ ചിക്കൻ ബിരിയാണി എന്നടാ ഇത്? വെജ് മീൽസ് ഓർഡർ പണിയ എനിക്ക് ചിക്കൻ ബിരിയാണിയാ എപ്പടിയാ ഇത്? സാറേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചിക്കൻ ഇല്ലാതെ റൈസ് മാത്രം. മുട്ടാൽ പസങ്ങ. ഹലോ, വെജ് മീൽസ് ചോദിച്ചോന് ചിക്കൻ ബിരിയാണി കൊണ്ട കൊടുത്തിട്ട് അതിന്റെ റൈസ് തിന്നൂടെന്ന് ചോദിച്ച നിന്നോട് ഞാൻ എന്ത് പറയാനാടാ മരമൈ മണവണാഞ്ചോ. അതിന് പരിപാടിയായിട്ട് ആ ബിരിയാണി മൊത്തം അവിടെ തന്നെ ഇരുന്ന് തിന്നു സാർ. ഞാൻ ഓർമ്മിപ്പിച്ചു നന്നായി. അതിന്റെ കാശ് ഞാൻ നിന്റെ ഇൻസെന്റീവിന്ന് കട്ട് ചെയ്യും. അതുകൂടാണ്ട് ഇന്നത്തെ ഷിഫ്റ്റിൽ നീ 50% ഡെലിവറി കൂടുതൽ ചെയ്യണം. ഓക്കെ? അച്ഛാ പരീക്ഷയ്ക്ക് കയറാൻ പോവാണ്. അമ്മയോട് വിളിക്കല്ലേ ഒന്ന് പറ. ശരി എന്നാ, വച്ചോ വച്ചോ വച്ചോ. ഹലോ അമ്മ. ഹലോ മോനെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നടാ? കുഴപ്പമില്ലായിരുന്നു. നിനക്ക് നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാലോടാ. നിന്റെ കാര്യത്തിലാണ് ആകെ ഒരു. അമ്മ ഞാൻ വിളിക്കാം നിങ്ങളെ. മോനെ, അമ്മ പ്രാരാബ്ദം പറയാന്ന് തോന്നരുത്. നീയല്ലാതെ ഞങ്ങക്ക് വേറെ ആരാടാ ഉള്ളത്? പുറത്തോട്ടൊക്കെ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്തെങ്കിലും ആയോ? അതിനൊക്കെ കുറെ കാശൊക്കെ വേണ്ടേ? അത്രയും കാശൊക്കെ നമ്മളെ കൊണ്ട് തരപ്പെടുത്താൻ പറ്റുമോ പെട്ടെന്ന്? നിന്റെ കാര്യത്തിൽ എന്നെക്കാളും ആദ്യം അച്ഛനാടാ. അമ്മയെ നിങ്ങൾ വച്ചേ. ശരി ശരി. ഡോ, ആ സംശയിക്കണ്ട, ഇങ്ങോട്ട് പോരെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കാര്യങ്ങൾ കൊണ്ടുവന്നാ മതി. ആ ശരി. താൻ ആ ബാഗ് ആദ്യം താഴെ വെക്കി. ഇരിക്ക്. താ. എന്ത്? സർട്ടിഫിക്കറ്റ്സ് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഓൺലൈൻ നോക്കാം. എത്ര മാർക്കുണ്ട് തനിക്ക്? യൂണിവേഴ്സിറ്റി ടോപ്പറാണ്. യൂണിവേഴ്സിറ്റി ടോപ്പറാ? ആ. എന്നിട്ടാണ് താൻ ഇങ്ങനെ ഇരിക്കുന്നത്? എടോ, ഹയർ സ്റ്റഡീസിന് എബ്രോഡിൽ തനിക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഇത് ഞാൻ പറയുന്നതല്ല, ഗ്ലോബൽ പറയുന്നതാ. ഹലോ. എന്താ ശങ്കു ഫോൺ എടുക്കാത്ത? എൻ്റെ പൊന്നു എക്സാം കഴിഞ്ഞ് ഇറങ്ങി. മാനേജർ എന്ന 8ന്റെ പണി സ്വീകരിച്ച് ഇരട്ടി ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ഫ്രീ ആവുമ്പോൾ മോളെ അങ്ങോട്ട് വിളിച്ചോളാം. അങ്ങനെ നീ ഫ്രീ ആകുമ്പോ വിളിച്ചാ എടുക്കാൻ ഈ പൊന്നു ഇല്ലെങ്കിലോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒന്ന് നോക്കാൻ എന്റെ പുതിയ ബിജി എവിടാന്നെങ്കിലും നിനക്കറിയാവോ? ലൊക്കേഷൻ അയച്ചാ മതി, ഞാൻ എത്തിക്കോളാം. അപ്പൊ ഞാൻ ചത്തിട്ടരാനിരിക്കുക. ശങ്കു, എന്നാ ഞാൻ ചാവട്ടെ? നമ്മുടെ മോളെയും കൊന്ന് ഞാനങ്ങ് ചാവട്ടെ. മോളെ, മുഖക്കുരു ആണെങ്കിൽ ഞാൻ കുത്തിപ്പൊടിച്ചാണ്. ഇതൊരുമാതിരി മൂലക്കുരു ആയിപ്പോയി. ശരി ശരി രാജീവേ, മനസ്സിലായി. ഞാൻ വിളിക്കാം രാജീവ്. ഫുഡ് ഡെലിവറി അല്ലേ? പ്യുവർ വെജിറ്റേറിയൻ. ഞാൻ വീട്ടുകാരനോട് വീട്ടുകാരൻ തന്നെ ഓർഡർ ചെയ്ത്. സാർ, നമ്മളത് എന്ത് ഓർഡർ ചെയ്തു എന്നുള്ളതിലല്ല കാര്യം, നമുക്കെന്ത് കിട്ടി എന്നുള്ളതിലാ കാര്യം. ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ.
താൻ നല്ലപോലെ കിതയ്ക്കുന്നുണ്ടല്ലോ. 16 നില കയറി കഴിഞ്ഞാൽ ടോം ക്രൂസ് ആയാലും വേർക്കും സാറേ. ലിഫ്റ്റ് കംപ്ലൈന്റ് ഇടും. സ്വാഭാവികം. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട സാർ, ഞാൻ പകലടിക്കാറില്ല. അതല്ലടോ, പച്ചവെള്ളം കുടിക്കാൻ വേണം. അതല്ലത്. എന്നാ പിന്നെ കുറച്ച് ഐസൊക്കെ ഇട്ട് തണുപ്പിച്ച്. ഐസില്ല. പുതിയ സിനിമ ഏതാ സാറേ? സിനിമയില്ല. അതുകൊണ്ടാണല്ലേ മൊത്തത്തിലൊരു ദാരിദ്ര്യം ഫീല്. ഡോ, ഇല്ല സാർ, വേണ്ട സാർ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പ്യൂർ വെജിറ്റേറിയൻ. ഒന്ന് കൺഫേം ചെയ്തേക്ക്. ഇനി അവസാനം ചിക്കൻ പീസ് കിട്ടിയെന്ന് പരാതി പറയരുത്. ഹലോ ശങ്കു എപ്പോഴെന്നെ കാണാൻ വരുന്നേ? എന്റെ പൊന്നെ, ആഴ്ചയിൽ നീ PG പറയാൻ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ ഇന്ന് വർക്ക് കഴിഞ്ഞ് വരാവോ? ഞാൻ നോക്കാം. അല്ല, വരാ. ഓക്കെ, ഒരു ഹാഫ് അവർ കഴിഞ്ഞ് വിളിക്കാവേ. ആ. എനിക്ക് കുറച്ച് പണിയുണ്ട്. കൊണ്ടറങ്ങാൻ. ഹലോ, ഹലോ, ഞാൻ മിനിയാ. മിന്നിയാ? പിന്നെ ശരിക്കും? ചെറുക്ക, ഇടി മിന്നലോ ഒന്നല്ല, ഞാൻ മിനി. നീയല്ലേ ഇവിടെ മീനും കൊണ്ടുവരുന്നേ? ഓക്കെ ഓക്കെ, പറയൂ 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 പറയൂ. പിന്നെ വരുമ്പോ കുറച്ച് പച്ചമുളക് ഇഞ്ചി മേടിച്ചോണ്ട് വരണം. ഇഞ്ചിയാ? വറുക്കാനായിരുന്നു പ്ലാൻ, പിന്നെ മാറി. കറി വെക്കണം. പിന്നെ ഒരുപാടൊന്നും മേടിച്ചോണ്ട് വരരുത്, 200 വെച്ച് മതി. മാഡം, ഞാൻ RK വെജിറ്റബിൾസ് ഡെലിവറി അല്ല, ഡി ഡെലിവറി ആണ് മാഡം. മാറിപ്പോയതൊന്നുമല്ല. ഓൺലൈൻ ഫുഡ് ഡെലിവറി മതി, ഓൺലൈൻ ഡെലിവറി മതി. അവന്റെ ഒരു അഹങ്കാരം വെച്ചിട്ട് പോടാ ഇറക്കാം. ഓക്കെ. ഇതെന്തൂട്ട് കൊള്ളാല. ആരുല്ലേ? വാതിൽ തുറന്നിട്ടിരിക്കല്ലേ, ഇങ്ങോട്ട് കേറി പോരെ. ആ, അവിടെ കാഴ്ച കണ്ടോണ്ട് നിൽക്കാതെ അകത്തേക്ക് കയറി വാ. ഇവിടെ ആരുല്ലേ? വാതിൽ തുറന്നിട്ടിരിക്കല്ലേ, ഇങ്ങോട്ട് കേറി പോരെ. ആ, അവിടെ കാഴ്ച കണ്ടോണ്ട് നിൽക്കാതെ അകത്തേക്ക് കയറി വാ. നീ അടുക്കളയിലേക്ക് വാ. ഞാൻ പറഞ്ഞൊക്കെ വാങ്ങിയായിരുന്നോ? ഇഞ്ചിയും പച്ചമുളകും മേടിച്ചോന്ന്. ഞാനിവിടെ ഒരു പണിയില്ലാന്ന് കണ്ടൂടെ? മീനാ ചട്ടിയിലേക്ക് ഇട്ടെ. ഉപ്പ് ദേ അവിടെ, വിനാഗിരി മുകളില്. ഞാൻ ഇവിടെ നിന്ന് നീങ്ങിത് കരിഞ്ഞു പോവും. കൈ പിടിച്ചോണ്ടിരിക്കാതെ മീനാ ചട്ടിയിലേക്ക് ഇടാൻ. പിന്നെ ഞാനോ? മുളക് പൊടി ബെസ്റ്റ്. മീൻ കഴുകാതെയാണോ മുളക് പൊടി ഇടുന്നത്? അത് പിന്നെ മണ്ടനാണോ? ആ ഉപ്പിട്ട് അങ്ങോട്ട് കഴിക്കേ. ഇവിടെ അല്ലേ? അതെ, നീ കൊച്ചിനെ കുറച്ചു നേരം കളിപ്പിച്ചേ. മീൻ ഞാൻ കഴിക്കോളാം.
താൻ വിട്ടോ. ഇതാണാ ഹസ്ബൻഡ്? വീട്ടിൽ വരുന്നവരൊക്കെ ചിരിച്ചിട്ട് പോണെന്ന് ഏട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു. പണ്ടൊക്കെ ഏട്ടൻ പറയുന്ന തമാശ കേട്ട് ഇപ്പൊ ഏട്ടന്റെ ഫോട്ടോ കണ്ട് താൻ ചിരിച്ചു കഴിഞ്ഞെങ്കിൽ വിട്ടോ. ഹലോ ഹലോ മാം, ഞാൻ നേരത്തെ വിളിച്ച ഈസി ഡെലിവറി എന്നായിരുന്നു. പിന്നെ താൻ വരുമ്പോൾ 2 കിലോ അരിയും കൂടെ മേടിച്ചോണ്ടെന്ന് ആകാശം ഇടിഞ്ഞ് വീഴില്ലല്ലോ. മേടിക്കുമ്പോൾ വേവ് കുറഞ്ഞ് നോക്കി മേടിക്കണേ. നീ കഴിച്ചിട്ട് കിട്ടോ. ഭഗവാനെ, രാവിലത്തെ പൈസ ഇപ്പോഴേലും കിട്ടിയാതെയായിരുന്നു. രാഹുൽ, ഫ്രൈഡ് റൈസ് സംശയിക്കണ്ട, ഇച്ചിരി വെളിച്ചെന്നേ ഉള്ളൂ. എന്നാലും രാഹുൽ. ഓക്കെ. സർ 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 നീ ഭയങ്കര ലേറ്റാണല്ലോ. അത് പിന്നെ സാറേ ട്രാഫിക്. എന്ത് ട്രാഫിക്? എടാ, ഞാൻ എത്ര നേരമായി പോസ്റ്റിന്റെ ചോട്ടി ഇരിക്കുന്നു നിനക്കറിയോ? എടാ, പബ്ലിക് പ്ലേസിലിരുന്ന് മദ്യപിക്കരുതെന്ന് അത് തെറ്റാണെന്ന് നിനക്കറിയോ? അതിന് ഞാനല്ല സാറല്ലേ. സാറിന് വീട്ടില് അത് കണ്ടോ? ജസ്റ്റ് അഡ്രസ്. ഓക്കെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നിനക്ക് ധാരണ വീടാന്ന് മനസ്സിലായോ? സാറിന്റെ എല്ലാന്നറിയാം. അത് കറക്റ്റ്. പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഇതെന്റെ വൈഫ്. ഇതാ ഐ മീൻ മൈ എക്സ്. സാറേ എന്തി കാട്ടറേ? സാറേ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമില്ല സാറേ. ഞാനൊന്ന് കൊല്ലുപോടാ. എന്റെ ഫ്രൈഡ് റൈസ് കളഞ്ഞില്ലടാ. ഫ്രൈഡ് റൈസാ? നിനക്ക് മനസ്സിലായില്ല? നിന്നോട് ഞാൻ വിഷമാണോ ഓർഡർ ചെയ്ത്? വിഷോ? എടാ, ഫ്രൈഡ് റൈസ് വിത്ത് ഹണി. എന്റെ ഫ്രൈഡ് റൈസ് കൊണ്ട് കളഞ്ഞിട്ട് ഫോൺ എടുക്കടാ നിന്റെ. അവിടെ 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 എടുക്കടാ. അവിടെ എടാ ഫോൺ. പാസ്വേഡ് ഉറക്കടാ. എടാ, ഫ്രൈഡ് റൈസ് വിത്ത് ഹണി. എന്റെ ഫ്രൈഡ് റൈസ് കൊണ്ട് കളഞ്ഞിട്ട് ഫോൺ എടുക്കടാ നിന്റെ. അവിടെ 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 എടുക്കടാ. അവിടെ എടാ ഫോൺ. പാസ്വേഡ് ഉറക്കടാ. ഓപ്പൺ ചെയ്യാ. സെയിം ഐറ്റം ഫ്രൈഡ് റൈസ് വിത്ത് ഹണി. സെയിം ഐറ്റം സെയിം പോസ്റ്റ്. അതുവരെ നീയും പോസ്റ്റ്. പിന്നെ ആത്മഹത്യ അവന്റെ പട്ടി ഓർമ്മ. അവന്റെ എന്നാലും എന്റെ ഹണി. വേഗം വേഗം ഓർഡർ. നിനക്കറിയോ, ജസ്റ്റ് 1/2 മണിക്കൂർ മുന്നേ ബ്രേക്കപ്പ് ആയതേ ഉള്ളൂ. അവളെ നേരിട്ട് വന്ന് 2 തെറി വിളിക്കാൻ വന്ന, പക്ഷെ ഓഫായി. ഫോണോ? അല്ല, ഞാൻ.
ചേച്ചി ചേച്ചി അയ്യോ ആ എന്താടാ വൈകിയേ? എടാ നിന്റെ റൂമിലെ സിജു ഇല്ലേ അവൻ അവളെ തേച്ചടാ. അവൻ അവിടെ കിടന്ന് കരഞ്ഞു തൂറി മെഴുകിയിരുന്നു. ഈ മെനകെട്ട ഞാൻ അവിടെ പോയിട്ട് വരണത്, അതാണ് ലേറ്റ് ആയത്. എടാ നിന്നോട് അങ്ങടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ആർക്കാണ്? എന്തൊട്ട് മണാടതിൽ ഇവിടെ ചത്ത് കിടക്കണ്ടേ ഉള്ളില്. സിജോ സിജോ എടാ പോയടാ അവിടെ നിന്ന് എല്ലാരും. ഹോസ്പിറ്റലിൽ പോണോ നിനക്ക്? എടാ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നാ പറയാനാ? ഞാൻ എന്നാ നീ അവിടെ ഇരി. പോയെ 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 സിജോ ബാത്റൂമിൽ പോവും വരും അവളത്തൊരു പറയും. ബാത്റൂമിൽ പോവും വരും അവളത്തൊരു പറയും. ഡാ സിജോ എന്തോന്നിത്? എടാ ഹരി നീ വന്നോ? എടാ ഒന്ന് പിടിക്കടാ. എടാ ഒന്ന് പിടിച്ചടാ. അവളെന്തോ നിനക്ക് കഴിക്കാൻ തന്നെ? നല്ല ചോദ്യം. ഇത് തന്നെയാണ് ഞങ്ങളും ചോദിച്ചോണ്ടിരിക്കുന്നത്. എടാ ഇവന്മാർക്ക് ഇതൊന്നും കേൾക്കാനുള്ള ആംബിയറില്ല. ഇനി വന്നേ. വാ. അപ്പിയില് ചോര. അപ്പിയിടുമ്പോ ടാപ്പ് തുറന്ന പോലെ ചോരയാ പോകുന്നേ. മനസ്സിലാവണല്ലോ എനിക്ക്. അവള് ചോര തൂറിച്ച് അവളുടെ എന്തോ എനിക്ക് കലക്കി തന്നേക്കുന്നത്. അത് ഉറപ്പാ. നിന്റെ ഫോൺ എന്തിയേ? അവിടെ എവിടെയെങ്കിലും കാണാം. ആ എടാ നീ ഇനി മുതൽ റെന്റ് തരണ്ട. ഓക്കെ എൻജോയ് എൻജോയ്. ഉച്ചയ്ക്ക് ഇവിടുന്ന് ചോറും കഴിച്ചിട്ട് പോയതാണ്. എന്നിട്ട് ഫോൺ വിളിച്ച് ചോദിക്കുക ചോറിൽ ഞാൻ എന്താ കലക്കിയെന്ന്. ഞാനൊന്നും അതിൽ കലർത്തിയിട്ടൊന്നും ഇല്ല. നീ അതിന് ഉച്ചയ്ക്ക് അവന് കഴിക്കാൻ എന്താ കൊടുത്തേ? ചോറും പിന്നെ ബീട്രൂട്ട് തോരനും. ഓ ശരി ശരി. നീ അവളുടെ വീട്ടിൽ പോയിട്ട് എന്താ കഴിച്ചേ? ചോറും. അമ്മേ അവളുടെ വീട്ടിൽ പോയിട്ടുള്ള ബീട്രൂട്ട് തോരൻ മൊത്തം കഴിച്ചിട്ട് ചോര തൂർന്ന. ആ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് ബീട്രൂട്ട് തോരനാ കഴിച്ചേ. വെള്ളം ഒഴിച്ച് മറന്നുപോയതാ. ഇതാണല്ലോ ഇത്രയേരം നീ. ഒരു സെക്കൻഡ്. എടാ ഹരി റെന്റ് അവിടെ പോടാ. ഇനി തല്ലിക്കോ. ഹലോ. വേണ്ട ബേബി വേണ്ട, നീ ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. 1 മണിക്കൂറൊക്കെ നിൽക്കുന്ന വിളിക്കാതിരിക്കാൻ പറ്റുമല്ലേ ബേബി? ലെറ്റ്സ് ബ്രേക്കപ്പ്. ലെറ്റ്സ് ബ്രേക്കപ്പ്. ബേബി ഹലോ. ഹലോ മാഡം ഞാൻ ലൊക്കേഷനിൽ ഒന്ന് പുറത്തോട്ട് വരുമോ? എടോ ഇതൊരു PG ആണ്, രാത്രിയായില്ലേ, തനിക്കൊന്ന് അകത്തേക്ക് വരാൻ പറ്റുമോ? അകത്തേക്കാ? അയ്യോ ഞാനാ. എടോ പ്ലീസ്, തനിക്കാവുമ്പോ മതിലൊന്ന് ജസ്റ്റ് ചാടിയാ പോരെ? മതിലാ? ഒന്ന് ചാട് ചേട്ടാ പ്ലീസ്. ഡോ സൂക്ഷിച്ചു വേണം. ഞാൻ ഈ മതിലിയാടാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല. തനിക്ക് എത്ര വയസ്സായി? 23. താനത്ര പോരാട്ടാ.
എനിക്ക് വകയിലൊരു കൊച്ചച്ഛനുണ്ട്. അങ്ങേരെ ആവുമ്പോ നിന്റെ റേഞ്ചിനും പ്രായത്തിനും ഒത്ത സ്വഭാവ. ഹലോ, താൻ ചാടിയോ? ആ ചാടി. ഞാൻ മുകളിലോട്ട് കയറി വരട്ടെ? ആ എക്സ്പീരിയൻസ് വേണ്ട ഏട്ടാ. ഞാൻ ദേ ബാൽക്കണിയിലുണ്ട്, ദേ ഇങ്ങോട്ടിട്ടോ. ആ ലൈറ്റ് എന്നിട്ടായിരുന്നേ മോക്കൊന്ന് കാണായിരുന്നു. എന്റെ പൊന്നു ബ്രോ, ഇത് ഈ വർഷത്തെ 5ാമത്തെ PG ആണ്. 6ാമത്തെ ആക്കരുത് പ്ലീസ്. ഇങ്ങോട്ട് ഇട്ട് തന്നോ, ഞാൻ പിടിച്ചോളാം. എന്നാ അതേ പിടിച്ചോ. ചങ്കു പാമ്പർ ചെയ്യടാ പ്ലീസ്. എനിക്ക് വായ ചങ്കു, പാമ്പർ